മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഫുട്ബോൾ ഉണ്ട്. ബ്രോ സുഖാണോ? സുഖാണ് ബ്രോ, സുഖാണ്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോണം. നിങ്ങളുടെ ടൈമല്ലേ ബ്രോ, നിങ്ങൾ സിറ്റീനെയൊക്കെ തോപ്പിച്ച് 4-0 സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഹാപ്പിനെസ് ഐ തിങ്ക് യു ആർ വെരി ആലോചിച്ച് നോക്ക്, ഹാപ്പി. നമ്മൾ സത്യം പറഞ്ഞ അന്ന് സന്തോഷിച്ചൊക്കെ വരുമായിരുന്നു. നമ്മൾ ഗോൾ കീപ്പർ ഇഞ്ചുറി ആയി. പുള്ളി ഇപ്പൊ ആഹാ. സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹൈലൈൻ ഒക്കെ കളിക്കുമ്പോൾ പുള്ളിയാണ് നമ്മൾ രക്ഷിക്കാറുള്ളത്. ഇനി പുള്ളി പോയി കഴിഞ്ഞാൽ ഇപ്പോ ഫ്രേസർ ഫോസ്റ്റർ ആണ് വരാൻ പോകുന്നത്. പുള്ളി എങ്ങനെ കാണിക്കുന്നു, എന്ത് കളിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ എന്താണ് അമോറിം വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ? എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം റീബിൽഡ് ആണോ ബ്രോഡ് സൈഡിൽ നിന്ന്? പ്രത്യേകിച്ച് വിശേഷമൊന്നും പറയാറായിട്ടില്ല ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തന്നെ പറഞ്ഞു, ഇപ്പൊ ടെൻഹാഗ് വന്നപ്പോ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ടെൻഹാഗിന്റേതായ രീതിയിൽ ടീമിനെ സെറ്റ് ചെയ്യാന്നുള്ളതല്ലായിരുന്നു, അല്ലെങ്കിൽ അയാക്സ് സ്റ്റൈല് കളിക്കുക എന്നുള്ളതല്ലായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അവിടെ കണ്ട പോലത്തെ ആ ഒരു അപ്രോച്ചൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുകയെന്ന് വിചാരിച്ചത്. പക്ഷെ ടെൻഹാഗ് വന്നതിന് ശേഷം പറഞ്ഞു, പുള്ളി അയാക്സ് രീതി ആയിരിക്കില്ല ഇവിടെ പിന്തുടരാൻ പോകുന്നത്, വേറൊരു രീതിയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അത് ചെയ്ത് പണിത് വന്നപ്പോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ അയാളുടെ പേരെന്തായിരുന്നു, പെട്ടെന്ന് പേര് മറന്നുപോയി. നമ്മുടെ അർജന്റീനക്കാരൻ കോച്ചില്ലേ, ബിയൽസ, മാർസലോ ബിയൽസ. Okay. ബിയൽസ ടാക്ടിക്സിന്റെ രീതിയിലൊക്കെ ആയി നമ്മുടെ കളി. പ്രസ് ചെയ്യണ കളിക്കാരൊക്കെ പണിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ മൊത്തത്തിൽ എവിടെയൊക്കെ ഏതെങ്കിലും വലിയ ടീമിനെ ഒന്ന് അടിച്ചിട്ട് പോവാന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റൈലിലായി നമ്മുടെ കളി. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അപ്പൊ നമ്മളപ്പോ വിചാരിക്കും ഇയാൾക്ക് അയാക്സിലെ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൂടെ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനെ രീതിയിൽ പുള്ളി വേറൊരു സ്റ്റൈലാണ് പിന്തുടരാൻ പോകുന്നത്, അങ്ങനെ തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇങ്ങേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ സഫർ ചെയ്യും, തോൽവികൾ ഉണ്ടാവും, സെറ്റ് ബാക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കില്ല. പക്ഷെ പുള്ളിയുടെ മെത്തേഡിൽ നിന്നും പുറകിലേക്ക് പോണില്ല, അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഈ കൊല്ലം വേണമെങ്കിൽ തൽക്കാലത്തേക്ക് വേറെ ഏതെങ്കിലും രീതി, ഇപ്പൊ യുണൈറ്റഡ് ഇപ്പൊ നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൗണ്ടർ അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീമിന് സ്യൂട്ടാവുന്ന രീതിയിൽ വേണമെങ്കിൽ നോക്കാം. പക്ഷെ അതിന് കാര്യമില്ല. അതിന് പകരം പുള്ളിയുടെ രീതിയിൽ തന്നെ ടീമിനെ മോൾഡ് ചെയ്ത് കൊണ്ടുപോവുക, അന്നേരം വരുന്ന പ്രശ്നങ്ങളെ പിന്നീട് അതിനെ അഡ്രസ് ചെയ്യുക. ഇൻ കേസ് ലെഫ്റ്റ് വിങ് ബാക്ക് ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഏരിയ ആണ്. അതെ. അപ്പൊ തീർച്ചയായും ഒരു സൈനിങ് വേണ്ടി, ഇപ്പൊ റൊമാനോ ഒക്കെ പറയുന്നുണ്ടായി 2025 എന്തായാലും ഡെഫിനറ്റ്ലി ഒരു സൈനിങ് വേണ്ടി വരും എന്നുള്ള കാര്യം. ഇപ്പൊ ഒരുപക്ഷെ ജനുവരിയിലായിരിക്കാം, അതല്ലെങ്കിൽ ജൂണിലായിരിക്കാം. ഇപ്പോൾ അൽഫോൺസോ ഡേവിസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അൽഫോൺസോ ഡേവിസിന്റെ കോൺട്രാക്ട് തീരാൻ നിൽക്കുകയാണ്. അപ്പൊ മിക്കവാറും റയൽ മാഡ്രിഡിലേക്കായിരിക്കും പോവുക. പക്ഷെ എന്നാലും യുണൈറ്റഡിന്റെ പേര് ഇപ്പൊ ലിങ്ക്ഡ് ആണ്, പലരും പറയുന്നുണ്ട്. ചിലപ്പോൾ യുണൈറ്റഡ് ചിലപ്പോൾ കാശ് കൂടുതൽ ഓഫർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ജനുവരി ചെന്ന് ബയേന്റെ അടുത്ത് പറയുകയാണ് ഒരു 10 മില്യൺ തരാം. ബയേണ്ടപ്പോ അതെ. നഷ്ടമില്ലല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് പോകുന്നതിലും നല്ല ഒരു 10 മില്യൺ തരാം, അൽഫോൺസോ ഡേവിസിന് ഞങ്ങൾക്ക് ഇപ്പൊ സൈൻ ചെയ്യാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഡേവിസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ടീം സ്റ്റാർട്ടർ ആയിരിക്കും, നമ്മുടെ ടീമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല കൺവിൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ജനുവരി ആയല്ല, അങ്ങനെയൊക്കെ ബ്രോ, ഞാനൊരു ചെയ്യുള്ളൂ. കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ ഒഫൻസിന്റെ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഞാൻ കളി കാണുമ്പോഴും അല്ലെ, ഇപ്പോ പ്രധാനപ്പെട്ട ഒരു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഗർനാച്ചോ, റാഷ്ഫോർഡ്, ഹോയ്ലാൻഡ് ആൻഡ് സിക്സെ, ചില സമയത്ത് നോക്കുമ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ഹോയ്ലാൻഡ് മാത്രം ചില സമയത്ത് കളിയുമ്പോൾ ഒരു ടാർഗറ്റ് മാൻ ആയിട്ടും ആ ബോക്സ് കിടന്നിട്ട് കുറച്ച് വർക്ക് റേറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്ലിനിക്കൽ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ഇപ്പൊ ഹാർഡിനെ പോലെ അല്ലെങ്കിൽ ഓഷിമാനെ പോലെ ബോൾ കൈ കിട്ടിയാൽ ടാർഗറ്റ് അങ്ങനത്തെ പ്രൂവൺ എന്ന് പറയാവുന്ന ആൾക്കാർ ആരില്ല. ഇപ്പൊ ഹോയ്ലൻഡ് വന്നപ്പോഴാണെങ്കിലും അവനൊരു പ്രൂവൺ സ്ട്രൈക്കർ ആയിട്ടല്ല വന്നത്, അത്രയധികം ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു പ്ലെയർ. പക്ഷെ ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 19 എത്ര വയസ്സായിരുന്നു, ജസ്റ്റ് 20 വയസ്സായിട്ടുള്ള ഒരു പ്ലെയറെയാണ് നമ്മളെടുത്ത്. ഇപ്പൊ 21 വയസ്സുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് ഭാവിയിൽ നന്നായേക്കാം, ഒരു സൈനിങ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് ഹോലൻഡ് എടുത്തത്. അപ്പൊ അവനിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ 80 മില്യൺ അവനെ മേടിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലാന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനത് പറയുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് പറഞ്ഞ ടെൻഹാഗിന്റെ തീരുമാനമാണ്, ടെൻഹാഗിന്റെ പ്രോ ടെൻഹാഗ് കൾട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻഹാഗിന്റെ തീരുമാനമാണ്, പുള്ളി സെറ്റപ്പ് ആക്കി എടുത്തോളും. പുള്ളി ഇതുപോലെ എന്തായിരുന്നു, വെസ്റ്റ് ഹാമിലെ ഒരു പ്ലെയർ ഉണ്ടായല്ലോ ബ്രോ, എനിക്ക് പെട്ടെന്ന് ഇടയ്ക്ക് സമയത്ത് ചില സമയത്ത് ആ പേരുകൾ മിസ്സായി പോകും. സെബാസ്റ്റ്യൻ ഹാലറിനെയൊക്കെ പുള്ളി അയാക്സ് ചെന്നപ്പോഴാണ് ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറൊക്കെ ആക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മാനേജർ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഹോലൻഡിനെ നിന്നും ഔട്ട്പുട്ട് നമ്മൾ കാണുന്നില്ല.
മേ ബി ഒരു 2 or 3 years ഇൻ ദ ലൈൻ ചിലപ്പോൾ പുള്ളി മെച്ചപ്പെട്ടേക്കാം. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആവും ഇല്ലെന്നുള്ളൊരു ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ആയേക്കാം. ചിലപ്പോൾ 21 വയസ്സുള്ളൂ. ചിലപ്പോൾ ഒരു ഈ ഗോയിക്കീറസ് ഒക്കെ 25-26 വയസ്സ് കഴിഞ്ഞപ്പോഴാണല്ലോ അവൻ ടോപ്പ് പ്ലെയർ ആയി അതെ മാറുന്നത്. അതെ അപ്പൊ ചിലപ്പോൾ ആയേക്കാം. അപ്പൊ നമ്മളത് അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ റൈറ്റ് നൗ അറ്റ് ദിസ് മൊമെന്റ് ഇൻ ടൈം നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ഇല്ല. പിന്നെ അതിന് പകരം പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെ ഇവർ കൊണ്ടുവരാൻ തീരുമാനിച്ചത് സിർക്സിനെയാണ്. സിർക്സി നമുക്കറിയാം. സിർക്സി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഔട്ട്പുട്ട് ഉള്ള ഒരു പ്ലെയർ അല്ല. സ്റ്റാറ്റിസ്റ്റിക്കലി അതൊക്കെ അതെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഔട്ട്പുട്ട് ഉള്ള പ്ലെയർ അല്ല, വേറൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രൈക്കറാണ്. അപ്പൊ അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവര് ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അത് ടീം അനാലിസിസ് ചെയ്ത് ഇവര് റിക്രൂട്ട് ചെയ്തതിന്റെ ഭാഗത്തുനിന്നുള്ളൊരു എററാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാർനാച്ചോയുടെ കാര്യമൊക്കെ അറിയാം. ഗാർനാച്ചോ ഒക്കെ ഒറ്റയ്ക്ക് ഗ്ലോറി അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലെയർ അല്ല. ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലെയർ ഉള്ള അത് മാത്രമാണ് എന്തെങ്കിലും ബോക്സിലേക്ക് ബോൾ ഇടുക ചെയ്യുള്ളൂ. ബാക്കി റാഷ്ഫോർഡ് ആണെങ്കിലും ഗാർനാച്ചോ ആണെങ്കിലും അവരെല്ലാവരും ഒറ്റ ബുദ്ധികളാണ്. ഒറ്റയ്ക്ക് പോയി അടിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഹീറോ ആവാനായിട്ട് കളിക്കുന്ന തരം പ്ലേയേഴ്സാണ്. അപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഗാർനാച്ചോ ഒരു ഷോട്ട് എടുത്ത് വൈഡ് പുറത്തേക്ക് പോയത് കണ്ടായിരുന്നല്ലോ. അപ്പൊ അതെ അതെ അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഗാർനാച്ചോയുടെ കളിയിൽ ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു കാര്യമായിട്ടുണ്ടായില്ല. പിന്നെ റാഷ്ഫോർഡ് ആണെങ്കിൽ ഏതാണ്ട് 13 ടച്ച് എന്താണ് അന്ന് എടുത്തുള്ളൂ, ആ ഗോൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ അതാണ് പലരും തന്നെ ഗെയിമിൽ ഇൻവോൾവ് ആയി ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റാത്ത ഫോർവേഡുകളാണുള്ളത്. ആകെ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അമാദ് മാത്രമാണുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ആകെ ഒരു എന്താ പറയാ നിരാശാജനകമായിട്ടുള്ള കാര്യം. ബാക്കി ഓക്കെ ബ്രോ ഇത്രയും ശരിയാണ് പ്ലേയേഴ്സ് ഉണ്ട്, സ്പെൻഡിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പറയുന്ന ഒരു ഇമ്പാക്ട് ഒരു വരുന്നില്ലല്ലോ. ഇപ്പൊ കാരണം ഈ ഗാർനാച്ച് അക്കാഡമി പ്ലെയർ ആണ്, റാഷ്ഫോർഡ് അക്കാഡമി പ്ലെയർ ആണ്. അമാദിനാണെങ്കിൽ നിസാര തുകയ്ക്കാണ് മേടിച്ചത്. 20 മില്യൺ പ്ലസ് ആണെന്നുള്ള ഇതിൽ അന്ന് സാഞ്ചോനെ കിട്ടാണ്ടായപ്പോൾ മേടിച്ചതാണ്. പിന്നെ ബാക്കിയുള്ള ആളാരാ? സിർക്സിയും ഈ പറഞ്ഞ പോലെ ഇവൻ ഹോലൻഡ് ഹോയ്ലൻഡും അവർക്കാണ് 120 മില്യൺ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ അപ്പൊ അതാണ് ആ ഒരു ഏരിയയില് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു കില്ല മിങ്ങറില്ല എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു പ്രശ്നമാണ്. പോലീസിനെ പോലെ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ. അപ്പൊ കുറച്ചുകൂടി ആദ്യമൊക്കെ ബെറ്റർ ഇങ്ങനെ ആയിട്ടുള്ള പറഞ്ഞുകൊണ്ടിരുന്ന ഒലീസിനെ നോക്കിക്കൊണ്ടിരുന്നതാണ് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അതിനുശേഷം അതാണ് ഒരു ബിഗ് 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 പ്രോബ്ലം. അതെ അതെ അപ്പൊ ഈ ഒരു ഞാനൊന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളില്ല എന്നുള്ള ഒരു ബിഗ് പ്രോബ്ലം ആണ്. ശരിയാണ് ഞാനൊന്ന് ലിവർപൂളിലേക്ക് പോവാണ് ബ്രോ. അവരിപ്പോ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. പിറകി പോയ മത്സരമൊക്കെ ജയിക്കുന്നു. ഈ വീക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. മിഡ് വീക്കിൽ റയലുമായിട്ട് കളി, വീക്കെൻഡിൽ സിറ്റി ആയിട്ട് കളി. എനിക്ക് തോന്നുന്നു സിറ്റിക്കെതിരെ ഇത് ജയിച്ചിട്ടുണ്ടെങ്കിൽ മെന്റലി നോക്കുകയാണെങ്കിൽ അവർക്കൊരു മൊമെന്റം കിട്ടും. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ലിവർപൂൾ ഫാൻസ് ഇപ്പൊ ഇത് റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ആൾക്കാരല്ല. അതിങ്ങനെ ഈ അന്തം ഫാൻസ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, യുണൈറ്റഡ് ഫാൻസിനാണ് എല്ലാവർക്കും ഉണ്ട്. അല്ല, അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നവരൊക്കെ ഇപ്പോഴും അവർ ഞങ്ങൾ ടൈറ്റിൽ അടിക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡിലാണ് പറഞ്ഞത്. കാരണം ഇനി ടഫ് ഗെയിംസ് ഒക്കെ വരാൻ പോലുള്ള വേ ഗെയിമുകളൊക്കെ വരാനുണ്ട്, നിങ്ങളൊക്കെ ആയിട്ട് സ്പേഴ്സ് ആയിട്ട് കളിയുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ ഇത്രയും വലിയ ബോട്ടിലിംഗ് 8 പോയിന്റിന്റെ ബോട്ടിലിംഗ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. അവർക്ക് ഇഞ്ചുറി വന്നിപ്പോ വന്നേക്കാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ അവരൊക്കെ ഭയങ്കര അണ്ടർഡോഗ് കളിയാണ്. അവരാരും അങ്ങനെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോഴും കാണുന്നില്ല. പക്ഷെ ഹൂ എൽസ്? ഇപ്പൊ സിറ്റി ആണെങ്കിൽ അവരുടെ ഫോം ഭയങ്കര മോശമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആർസണലിന്റെ കാര്യം പ്രശ്നമാണ്. മേ ബി ചിലപ്പോ പൊങ്ങി വന്നേക്കാം. എന്നാല് കുറെ വിന്നിംഗ് റണ്ണിലൊക്കെ പോയി. പക്ഷെ എന്നാലും അവരാണെങ്കിലും അത്ര ഒരു ഡീഗ്രേഡിങ് ആണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാളും. റിഗ്രഷൻ. അപ്പൊ എന്തായാലും പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ലിവർപൂളിനെ സംബന്ധിച്ച്. അവരൊന്ന് പിടിച്ച് ബുദ്ധിപരമായിട്ട് കളിക്കുകയാണെങ്കിൽ ഈ വീക്കെൻഡിലേക്ക് ഒരു മിക്കവാറും കളി ഡ്രോ ആകാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. സിറ്റി തോക്കാതിരിക്കാൻ പരമാവധി അവർ ശ്രമിക്കും. പെപ്പ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ചെൽസിയുടെ കാര്യം ഒന്ന് ചോദിക്കണം ബ്രോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷനാണ്. അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള ഓപ്പോസിഷന്റെ കിട്ടുന്ന ഒരു ടൈമാണ്. അവർ റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വലിയ എന്താ പറയുന്നത്, ടോപ്പ് 4 നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മരസ്ക വന്ന സമയത്ത് ആരും അങ്ങനെ പ്രതീക്ഷയില്ല ടോപ്പ് 4 വരുമോ അല്ലെങ്കിൽ ടോപ്പ് 6 വരുമോ എന്നൊന്നും ആരും പ്രതീക്ഷയില്ല. പക്ഷെ അവർ ഒരു സൈഡിൽ നിന്ന് റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. അവരെ ടീമൊക്കെ പതുക്കെ ജെല്ലാവുന്നുണ്ട്. എസ്പെഷ്യലി
പല പ്ലേയേഴ്സും സ്കോർ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ മനസ്സിലായി തുടങ്ങി സ്റ്റാർട്ടിംഗ് ലെവലിൽ ആര് വരും, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫേവറേറ്റ് പ്ലെയർ. ഈ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ പുള്ളി എനിക്ക് തോന്നുന്നു അത് ക്രാക്ക് ചെയ്തു, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പ്രോബ്ലി ലൈക്ക് പ്ലേയേഴ്സും ആരെവിടെ കളിക്കുന്നുള്ള കാര്യം ഫാൻസിന് പോലും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നിക്കോളാസ് ജാക്സനൊക്കെ ഔട്ട്പുട്ട് വരാൻ തുടങ്ങി, അവരുടെ ടീം സെറ്റായി തുടങ്ങി എന്നുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സീസണൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 2 സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഒരു പ്രോപ്പർ ടീമായിട്ട് വന്നാലും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു അവരെ ടാലന്റ് ഉണ്ട്, ആ ഒരു സെറ്റപ്പും ഓർഗനൈസേഷനും കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കയറി വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അതെ അതെ അതെ, തീർച്ചയായും. ആയിട്ടും ഇനി സ്പേഴ്സിനെ പറ്റി ചോദിക്കണം ബ്രോ. എന്താണ് സിറ്റി വേഴ്സസ് സ്പേഴ്സ് മത്സരം കണ്ടായിരുന്നോ? എന്താണ് അഭിപ്രായം? കണ്ടായിരുന്നു ബ്രോ. അതെ, ആക്ച്വലി നിങ്ങള് പറഞ്ഞ പോലെ നിങ്ങള് നല്ലതായതുകൊണ്ടാണോ സിറ്റി ഭയങ്കര മോശമായതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ ഒരു എന്താ ആ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നിങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ അടുത്തൊക്കെ വന്നപ്പോ തീർച്ചയായും നന്നായിട്ട് കളിച്ചു. പിന്നെ നിങ്ങൾ അതിന് മുമ്പത്തെ 2 കളികളൊക്കെ കാലത്ത് സാരിയായിട്ടും പിന്നെ ഇതുമായിട്ട് തോറ്റിട്ടാണല്ലോ വന്നത്, ഇപ്സ്വിച്ചായിട്ട്. ഞാൻ വിചാരിച്ചില്ല ആക്ച്വലി നിങ്ങൾ അങ്ങനെ കളിച്ച് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളാരും. പക്ഷെ സത്യം പറഞ്ഞാല് ആ ഒരു സ്കോർ ഷീറ്റ് കണ്ടപ്പോ ബെൻ ഡേവിസ് ഒക്കെയാണ് കളിച്ചത്. ഞാൻ വിചാരിച്ചു ഇന്ന് പെട്ടു, ഒരു 5-6 ഗോളെങ്കിലും വാങ്ങിക്കൂട്ടു. ശരിക്കും നിങ്ങളുടെ പ്ലേയേഴ്സ് ആണെങ്കിലും പലരും ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് റൊമേറോ ഇല്ല, മിക്കി വാൻഡമിന്റെ ഡിഫൻസിൽ. അപ്പൊ ഈ ബെൻ ഡേവിസിനെ വെച്ചാണ് കളിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് 10 മിനിറ്റിൽ നമ്മളെ കില്ല് ചെയ്യാനുള്ള 2-3 ചാൻസ് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ സഞ്ജുവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നുകിൽ ഡെക്കിന് ഔട്ട് ആക്കും, അല്ലെങ്കിൽ 100 അടിക്കും. ഇതേ സിറ്റുവേഷൻ. ഇത് 10 ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ അവർ സ്കോർ ചെയ്യേണ്ടതായിരുന്നു, അവർ വിട്ടു. പിന്നെ നമ്മൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് 2-3 ചാൻസ് അടുത്തടുത്ത് കിട്ടി. അതെനിക്ക് തോന്നുന്നു മാഡിസൺ ഇവരൊക്കെ അവരുടെ മെന്റലി അവരുടെ ഒരു വീണ്ടും ഒരു തോൽവി എന്നുള്ള ചിന്ത അവർക്ക് വന്നു. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആർസനലിനെ പറ്റിയിട്ടാണ് ബ്രോ. എന്താണ് ആർസനലിന്റെ സീസൺ? അവർക്ക് ഈ ഫോർവേഡ് ലൈനപ്പിൽ ഇപ്പോൾ എനിക്ക് ഹിസൂസിനെ വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ പച്ച പിടിക്കാൻ തോന്നില്ല. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള വിങ്ങേഴ്സ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണൊക്കെ മാർട്ടിനലിയും ട്രൊസാർഡൊക്കെ കത്തി നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ താഴ്ത്തു പോയി. പക്ഷെ സാക്ക മാത്രമാണ് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾ സ്കോറർ. കഴിഞ്ഞ മത്സരത്തിൽ സാക്കയാണ് സ്കോർ ചെയ്തത്, പുള്ളിയാണ് അസിസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഹിസൂസും കായവേർഡ്സും ഒക്കെ കളിക്കുന്നുണ്ട്, വർക്ക് റേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനല്ലല്ലോ നമ്മൾ സ്ട്രൈക്കറെ കൊണ്ടുവരുന്നത്. സ്ട്രൈക്കർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, അവർ സ്കോർ ചെയ്യുന്നില്ല. അത് ആർസനലിന് വലിയ പ്രശ്നമായിട്ട് മാറും. അത് തീർച്ചയായും ഞങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. സ്ട്രൈക്കർ ഇല്ല എന്നുള്ളത് ഏത് ടീമിനും വരുന്നൊരു വിഷയമാണ്. ഇപ്പൊ ജെസൂസ് ആണെങ്കിലും കൈ ഹാവർട്സ് ആണെങ്കിലും ഇവരങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അത് പണ്ടും അങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് ഇവർക്കുള്ളത്. ഇപ്പൊ ജെസൂസ് സിറ്റിന്ന് പോയപ്പോഴാണെങ്കിലും അവര് അന്ന് അത്ര വലിയ ദേ വെർ നോട്ട് ബോതേഡ്. അവര് ഹാലൻഡിനെ അപ്ഗ്രേഡ് ചെയ്തെന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ആഴ്സണലിലെ സ്ട്രൈക്കറെ കൊണ്ടുവരുമോ ഇല്ലയോ? ഇപ്പൊ സ്ട്രൈക്കേഴ്സിന് അവൈലബിലിറ്റി ആണെങ്കിലും ഇതാണല്ലോ. ആകെ പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഗോയ്ക്കിയറസിന്റെ കാര്യമാണ്. അപ്പൊ ഒരു ഗോയ്ക്കിയറസ് ഉണ്ട്, സകലമാന ഈ പറഞ്ഞാൽ ഇവർ ഇവിടെ വേറെ ക്ലബ്ബുകളിലൊക്കെ വന്ന് ക്ലിക്ക് ആവുന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. സ്പോർട്ടിങ്ങിൽ അങ്ങനെ കളിക്കുന്നുണ്ട് എന്നല്ലാതെ അതിന് മുമ്പത്തെ ചരിത്രമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ പുള്ളി അതിനു മുമ്പ് ഉള്ള പോലത്തെ ഇമ്പാക്ട് വേറെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും. ആ സെലിബ്രേഷൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ട്. കാരണം അത് കാരണം പുള്ളിയുടെ ആ ഒരു ഇമേജ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്. ഗോൾക്കിയറസായിട്ട് ലിങ്ക് അല്ലാത്ത ആൾക്കാരില്ല. ആഴ്സണല്, ബാർസലോണ, യുണൈറ്റഡ് അങ്ങനെ സകല ആൾക്കാർക്കും ഗോൾക്കിയറസ്. അതല്ലാതെ ഈ പറഞ്ഞ ഒരു സ്ട്രൈക്കർ എന്ന് പറയാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ ആരാണ് എന്റെ മനസ്സിലേക്ക് ആരും മനസ്സിലായി. ഈ കൊളോമാനിയുടെ പേരൊക്കെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ശരിയാണ് ബ്രോ. സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ജർമ്മൻകാരനാണെങ്കിലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ എന്ന് പറയാനായിട്ട് അവിടെയും പറഞ്ഞ മാർക്കറ്റിൽ ആൾക്കാരില്ല. ശരിയാണ്, 100%. അപ്പോ താങ്ക് യു സോ മച്ച്. അങ്ങനെയുള്ള റൂട്ടുകളൊക്കെ പോകേണ്ടി വരും. അതൊക്കെ ഇനിയിപ്പോ ഈ സമ്മറിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോ പല ടീമുകളും മാക്സിമം അല്ല ഈ ഒരു ജനുവരി വിൻഡോയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ ഏതായാലും സമ്മറിലേക്ക് വെച്ചുപിടിക്കാനായിരിക്കും അധികം നോക്കുന്നത്. തീർച്ചയായും. അപ്പൊ താങ്ക് യു ബ്രോ ജോയിൻ ചെയ്തതിൽ ഒരിക്കൽ കൂടി. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.